പുറത്തു കിട്ടാൻ അത് സാധ്യത കൂട്ടുന്നു. അത് ശ്രദ്ധേയമാണെന്ന് രണ്ടാമത്തെ പത്ത് മാഫറത്തിന്റെ പത്താണ്. മാഫറത്തിന്റെ പത്താണ് ബദർ യുദ്ധം. ആ മാഫറത്തിന്റെ പത്തിലാണ് റമദാൻ 17. അന്നേ ദിവസമാണ് മാഫറത്തിന്റെ പത്തിൽ ബഹുമാനപ്പെട്ട ശുഹദാക്കളെ നാം സ്മരിക്കുന്നത്. ആ സ്മരിക്കുന്നത് കൊണ്ട് മാഫറത്തിന്റെ പത്തിന്റെ മാറ്റുകൂട്ടുന്നുവെങ്കിൽ ഇന്നേ ദിവസം നമ്മൾ പാപങ്ങൾ കൂടുതൽ പൊറുക്കപ്പെടാൻ അവസരമുണ്ട്. അതുകൊണ്ടാണ് പ്രാചീന കാലഘട്ടം മുതൽക്ക് തന്നെ സമൂഹത്തിനോട് പറഞ്ഞത്, ആ ദിനത്തെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്മരിക്കണം. ആ സഹാബത്തിനെ സ്മരിക്കണം. അവർ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം ചെലവഴിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ പോലും ധരിക്കാൻ തയ്യാറായ ആ ബഹുമാനപ്പെട്ട സഹാബത്ത്. പക്ഷേ 10-14 പേര് മാത്രമാണ് അന്ന് ഷഹീദായത് ആ യുദ്ധത്തിൽ. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. 70ഓളം പേര് ശത്രുക്കളിൽ നിന്ന് അബൂജഹൽ അടക്കം അവിടെ കൊല്ലപ്പെട്ടു. അബൂജഹൽ അവിടെ കൊല്ലപ്പെട്ടു, നശിക്കപ്പെട്ടു. ഈ യുദ്ധം നടക്കാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അക്രമം ചെയ്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം നാട് വിട്ട് ഓടേണ്ടി വന്ന ഗതി അവർക്കുണ്ടായി. പീഡനങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടിപ്പിക്കൽ കൊണ്ടും ബഹുമാനപ്പെട്ട പുണ്യപ്രവാചകന് ജനിച്ച മണ്ണിൽ താമസിക്കാൻ പോലും അർഹതയില്ലാത്ത അവസ്ഥ സംജാതമായപ്പോഴാണ് അല്ലാഹു തആല അനുവാദം നൽകിയത്. നബിയെ, ഇനി മക്കയിൽ നിന്നാൽ ജീവൻ അപകടമാണ്, ജീവൻ ഹാനിയാണ്, അതുകൊണ്ട് സ്ഥലം വിട്ടോ എന്ന് അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് ഓർഡർ കൊടുത്തില്ല. 17ഓളം ആയത്തുകൾ യുദ്ധത്തിനെതിരെ അവതരിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ 6666 ആയത്തുകളിൽ 17 ആയത്ത് യുദ്ധത്തിന്റെ എതിരെയുള്ള ആയത്തുകളാണ്. യുദ്ധം ചെയ്യേണ്ടതില്ല നബിയെ, അവർക്ക് മാപ്പാക്ക് എന്ന് പലപ്പോഴും ഖുർആൻ പ്രഖ്യാപിച്ചു. ശത്രുക്കൾ കല്ലെറിഞ്ഞപ്പോഴും ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ഉപദ്രവിച്ചപ്പോഴും താങ്കൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ റസൂലിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ യുദ്ധത്തിനെതിരെ 17 ആയത്ത് അവതരിച്ചതിന് ശേഷം 18ാമത്തെ ആയത്തിലൂടെയാണ് അല്ലാഹു പറയുന്നത്, അങ്ങേയറ്റം ജനങ്ങളെ ദ്രോഹിച്ച് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥ സംജാതമായപ്പോൾ നബിയെ ഉള്ള ശക്തി കൊണ്ട് നേരിടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് ബദർ യുദ്ധത്തിന്റെ നബിയും സഹാബത്തും മുന്നിട്ടിറങ്ങിയത്. അവരെല്ലാം സഹായിച്ചവരെ എങ്ങനെ? بخمسة آلاف من الملائكة مصومين. ഖുർആൻ പറയുന്നു, ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കെ ശത്രുസൈന്യങ്ങൾ നിങ്ങൾക്ക് എത്രയോരട്ടി കൂടുതലായിരിക്കെ ആ അവസ്ഥയിൽ ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ബദർ എന്ന സ്ഥലത്തിന്റെ പേര് തന്നെ ഖുർആനിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു. അറേബ്യൻ നാട്ടിലെ മക്കയിലും മദീനയിലും അടക്കമുള്ള ഒരു സ്ഥലമാണ് ബദർ എന്ന സ്ഥലം. അതാ നാടിന്റെ പേരാണ്, സ്ഥലത്തിന്റെ പേരാണ്. ആ പേര് ഖുർആനിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു. ബദറിൽ വെച്ച് അല്ലാഹു നബിയെ നിങ്ങളെ സഹായിച്ചു. അൻതും അതില്ല, നിങ്ങൾ ന്യൂനപക്ഷമാണ്. എങ്ങനെ സഹായിച്ചു? ചില ചിഹ്നങ്ങൾ നൽകപ്പെട്ട 5000 മലക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നബിയെ താങ്കളെ സഹായിച്ചതെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു തആലക്ക് നേരിട്ട് സഹായിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. 1000-ൽ വരുന്ന ശത്രുസൈന്യത്തെ സംഹരിക്കാൻ അല്ലാഹു തആലക്ക് കുൻ എന്ന സ്വിച്ച് മാത്രം മതി. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് ഉദ്ദേശിച്ചാൽ ആ വസ്തുവിനോട് കുൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അങ്ങനത്തെ അല്ലാഹു ആ മാർഗം സ്വീകരിക്കാതെ 5000 മലക്കുകളെ സഹായിച്ചപ്പോൾ അതിലും നമുക്ക് പഠിക്കാറുണ്ട്. മലക്കുകളെ ഇറങ്ങിയപ്പോ സഹാബത്ത് നേരിട്ട് കണ്ടതല്ലേ, ആളെ കാണുന്നില്ല, ശത്രുക്കൾ തലയിൽ തെളിച്ചുകൊണ്ട് ശത്രു തലടിച്ചു, ആളെ കാണില്ല. ഇത് കണ്ടപ്പോ ബദറിൽ ഇറങ്ങിയിരുന്നു. ഇബ്ലീസിന് മനസ്സിലായി സംഭവം ആകെ തകരാറിലാണ്, മലക്കൾ ഇറങ്ങിപ്പോയി. അപ്പൊ ഇബ്ലീസ് ഉടനെ അട്ടഹസിച്ചുകൊണ്ട് പറയാൻ, പടച്ചോനെ, നീ എനിക്ക് ഖിയാമത്ത് നാൾ വരേക്കും ഇളവ് നൽകിയിട്ടുള്ളതാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് ഓടി ബദറിൽ വെച്ച്.
അങ്ങനെ ബഹുമാനപ്പെട്ട ബദറിൽ സ്വഹാബത്ത് വിജയിച്ചപ്പോ പരിശുദ്ധ ഇസ്ലാം അന്ന് ഈ ലോകത്ത് അതിന്റെ അടിത്തറ പാവുകയാണ്. ആ പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്ത് വളർന്നു കൊണ്ടിരിച്ചത്. അതിനുശേഷമാണ് മക്കം ഫതഹിലൂടെ ബഹുമാനപ്പെട്ട മക്ക പട്ടണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പിടിച്ചു. എന്നിട്ട് ആ മക്ക പട്ടണത്തിലെ ആ മക്കം ഫതഹ് അതിലൂടെ ലോകത്ത് ഇസ്ലാം വ്യാപകമായപ്പോ ആ പരിശുദ്ധ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലെന്നുള്ളത്. അന്ന് ബദർ യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ നമുക്കാകുമായിരുന്നില്ല. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമാകുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ചിന്ത നമുക്ക് വരുമായിരുന്നില്ല. അതിന്റെ ആസ്വാദനം ആസ്വദിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. നാം ഒരു കുഫിയത്തിലൂടെ ജീവിച്ച് ഏതോ ലക്ഷ്യമില്ലാതെ ജീവിച്ചു വെറും ബ്രഹ്മകളെ പോലെ പാപങ്ങളെ പോലെ ഈ ലോകത്തോട് വിട പറയേണ്ട ഒരു ഘട്ടം സംജാതമാകുമായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ജനത്തെ സ്മരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നാം തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് കൂടുതൽ കൂടുതൽ സാമ്യത്തിലേക്ക് എത്താൻ അല്ലാഹു തആല സഹായം ചെയ്തവരാണെന്ന് നാം മനസ്സിലാക്കണം. അതിന് ശുക്ർ അല്ലാഹുവിന് ചെയ്യണം. നമുക്ക് മുസ്ലിമായി ജനിക്കാൻ ലഭിച്ച ഒരു ഭാഗ്യം, അത് നന്ദി. ഒരു മുസ്ലിമിന്റെ മുസ്ലിമായ മാതാവിന്റെയും പിതാവിന്റെയും സന്തതിയായി ജനിക്കാൻ നമുക്ക് ലഭിച്ചു തന്നെ ഒരു ഭാഗ്യം. അതിന് നന്ദി രേഖപ്പെടുത്തണ്ടേ? എന്നിട്ട് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയത് അതും മറ്റൊരു ഭാഗ്യം. അങ്ങനെ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഓരോ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ആയുഷ്കാലം മുഴുവനും നന്ദി ചെയ്താൽ നമുക്ക് അവസാനിക്കാത്ത നന്ദി അല്ലാഹുവോട് കടപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സഹാബത്തിനെ ബദർ ശുഹദാക്കളെ സ്മരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബദർ ശുഹദാക്കൾക്കുള്ള പ്രാധാന്യം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ ശുഹദാക്കൾക്ക് മറ്റുള്ള എല്ലാവരേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകി. ഈ ലോകത്തുള്ള മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ജിബ്രീലിന്റെ മറുപടി ശ്രദ്ധേയമാണ്. പ്രവാചകന്മാരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ലോകത്ത് ഈ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരുന്ന സകല ജനങ്ങൾക്കുമിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ബദർ ശുഹദാക്കളാണ്. ബദറിൽ പങ്കെടുത്ത സഹാബികളാണ്. അവരെക്കാൾ പ്രാധാന്യമുള്ള മറ്റാരും ഈ ലോകത്തില്ല. എന്നിട്ട് ബുഖാരി ഉദ്ധരിക്കുന്നു, അല്ലാഹു തആല ബദർ ശുഹദാക്കളോട് പറയാണ്, ഇഫ്അലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോ, ഖദ് ഗഫറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാം. അല്ലാഹു അവർക്ക് അനുവാദം കൊടുക്കും. ബുഖാരിയുടെ ഹദീസാണ്. ഇഷ്ടമുള്ളതൊക്കെ നൽകുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നതാണ്. കാരണം ബദറിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തിന് അത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നുവെങ്കിൽ ബദർ യുദ്ധത്തിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ആ ദിനമായി ഇന്ന് നാം അവരെ സ്മരിക്കണം, നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ നാം ഇസ്ലാം പറഞ്ഞ് നടക്കുന്നതിന്റെ പ്രാധാന്യമുണ്ട്. അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട സഹാബാക്കളായ ബദർ ശുഹദാക്കൾ, സഹാബത്തിന് മുഴുവനും പ്രാധാന്യമുണ്ട്. സഹാബികളാണ് നമ്മുടെ അവലംബം. സഹാബികളാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. ഈ കാണുന്ന ഈ മുസ്ഹഫിൽ കാണുന്ന 114 സൂക്തങ്ങൾ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ലോകത്തിനോട് പറഞ്ഞു പഠിപ്പിച്ചത് സഹാബത്താണ്. സഹാബത്തില്ലെങ്കിൽ ഖുർആനില്ല. സഹാബത്തില്ലെങ്കിൽ പിന്നെ ഖുർആനോടെ സഹാബികൾ ഏകാന്തമായി പ്രഖ്യാപിച്ചതാണ്, ഇതാണ് ഖുർആൻ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ആ സഹാബത്തിൽ പ്രധാനികളാണ് ബദർ ശുഹദാക്കളെങ്കിൽ ആ ബഹുമാനപ്പെട്ട സഹാബത്ത് പറയും നമുക്ക് വിശ്വസിക്കാമെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹു തആല സഹാബികളെ സംബന്ധിച്ച് ഖുർആനിൽ പറയുകയാണ്, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല ഹൃദയങ്ങൾ പരീക്ഷിച്ചെടുത്ത വിഭാഗമാണ് സഹാബത്ത്. അല്ലാഹു പരിശോധിച്ച മനസ്സുകൾ സഹാബത്തിന്റെ അവിടെ മക്കളയില്ല. അതിൽ പ്രധാനികളാണ് ബദർ ശുഹദാക്കൾ. അപ്പൊ ആ ബദർ ശുഹദാക്കളെ സ്മരിക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പൊ എല്ലാവരും ഇന്ന് ഒരല്പം ക്ഷമ പാലിക്കണം. എങ്ങനെ നമസ്കാരാനന്തരം നമുക്ക് ബദർ ശുഹദാക്കളെ അല്പതയായി സ്മരിക്കണം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. മഗ്ഫിറത്തിന്റെ മധ്യത്തിൽ ബഹുമാനപ്പെട്ട മഹാത്മാ
മരിച്ചാൽ പാപം പൊറുക്കപ്പെടുമെന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ നാം ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അല്ലാഹുവോട് മാപ്പ് അപേക്ഷിക്കണം. ദുനിയയും ഉഖറവിയുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അല്ലാഹുവിന് സമർപ്പിക്കാൻ പറ്റിയ ഈ മഹത്തായ മുബാറക്കായ ഈ ദിനത്തിൽ ജുമാ നിസ്കരിച്ച ഉടനെ തന്നെ അല്പനേരം ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കളുടെ മൗലിദിന്റെ ഏതാനും ഭാഗങ്ങൾ ഓതി അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്ത് ദുആ ഇറക്കാം. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുമാറാവട്ടെ. അതിനുള്ള ഒരു സംവിധാനമാണ് അല്ലാഹു നമുക്ക് ഒരുക്കി തന്ന വലിയ അനുഗ്രഹമാണത്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംവിധാനം ഒന്നേന്ന് ഒരുക്കി തന്ന നമ്മളല്ല. നമ്മളെ കൊണ്ട് ഇവിടെ എന്ത് കഴിയും? ഒന്നും കഴിയില്ല. റബ്ബ് തീരുമാനിക്കുന്ന നടന്നേ പറ്റൂ. അള്ളാഹു എന്ത് തീരുമാനിക്കുന്നുവോ അത് നടന്നു തന്നിരിക്കും. അതുകൊണ്ട് തന്നെ അതിലെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ഈ മഹത്തായ ഈ പ്രസ്ഥാനത്തിന്, ഈ സ്ഥാപനത്തിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, വകവഴി സഹായിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ട് നിങ്ങൾ ഇതിനെ കാണുകയും ഇതിനെ സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ഉത്തരയാണ്. നിസ്കരിച്ച ഉടനെ തന്നെ ആ ബദർ മൗലൂദിൽ എല്ലാവരും പങ്കെടുക്കണം. അധികം നിർബന്ധമായി എന്തെങ്കിലും കാര്യങ്ങളില്ലാത്ത ആളുകളൊക്കെ ഇരിക്കണമെന്ന് നിങ്ങളോട് ഈ പരിശുദ്ധ റമദാനിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ബദർ ശുഹദാഇനെ മുൻനിർത്തിക്കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്ത് തരുമാറാവട്ടെ. പ്രാർത്ഥിച്ചു നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പരിപാടി മൗലൂദ് ആരംഭിക്കും. പിന്നെ മഹത്തായ ഈ പള്ളി, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് ധാരാളം ചെലവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ബക്കറ്റ് നടത്താറുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ അതിലേക്ക് അതിന് കണക്കാക്കി തന്നെ വരുമ്പോൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ആരോടും നിർബന്ധമല്ല. നിങ്ങളുടെ ആ ഔദാര്യ മനസ്കതയിലൂടെ അതിനുവേണ്ടി എല്ലാ വെള്ളിയാഴ്ചയിലും അതിനെ സഹകരിക്കാനുള്ള ഉത്തരയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി